ശ്രീ എം എസ് വേണുഗോപാൽ, ഇതിൽ അമിത്ഷാ ഇന്ന് ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത്. അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 3 ഭീകരരെയും ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചു. സംയുക്ത നീക്കത്തിലൂടെയാണ് വധിച്ചത്. പക്ഷേ ഇതിൽ സംശയം പ്രകടിപ്പിക്കുന്നു. അത് വധിച്ചത് നന്നായി എന്നുള്ള കാര്യം പറയുമ്പോഴും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. പി ചിദംബരത്തിൻ്റെ വാക്കുകൾ അങ്ങനെ ഉണ്ടായിരുന്നുവല്ലോ. അത് ഇവർ പാകിസ്ഥാനികൾ തന്നെയാണ് എന്നതിന് എന്താണ് ഉറപ്പ് എന്നുള്ള ചോദ്യം പോലും പി ചിദംബരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പൊതു നിലപാട് അതുതന്നെയാണ്. അതിനുള്ള മറുപടി അമിത്ഷാ പറഞ്ഞത് ഇവർ പാകിസ്ഥാനികൾ തന്നെയാണ് എന്നുള്ളതിന് അവിടുത്തെ ID കാർഡുണ്ട്, ഇല്ലേ, വോട്ടർ ID ഉണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ചോക്ലേറ്റുകൾ കൈവശമുണ്ടായിരുന്നു. അതുപോലെ ഇവർ തന്നെയാണ് ഭീകരാക്രമണം നടത്തിയത് എന്നതിന് തെളിവുമായി ബാലിസ്റ്റിക് പരിശോധന റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ 6 ശാസ്ത്രജ്ഞർ തനിക്ക് നൽകിയിട്ടുണ്ട്. അവർ വീഡിയോ കോളിലൂടെ ഈ വിവരം പുലർച്ചെ 4 മണിക്ക് തനിക്ക് നൽകി. ആ ബാലിസ്റ്റിക് റിപ്പോർട്ട് കൂടി സഭയിൽ കൊണ്ടുവന്നിരുന്നു ഇന്ന് അമിത്ഷാ. അതായത് അവിടെ ബുള്ളറ്റ് ഷെല്ലുകൾ, പഹൽഗാമിൽ കണ്ടെടുത്ത ബുള്ളറ്റ് ഷെല്ലുകൾ, അതും ഈ ഭീകരരുടെ തോക്കിൽ നിന്ന് പിടിച്ചെടുത്ത, അല്ലെ, തോക്കിൽ നിന്ന് പിടിച്ചെടുത്ത തിരകളും നോക്കിയപ്പോൾ, അത് പരിശോധിച്ചപ്പോൾ, ബാലിസ്റ്റിക് പരിശോധന നടത്തിയപ്പോൾ സമാനമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതാണല്ലോ ബാലിസ്റ്റിക് പരിശോധന റിപ്പോർട്ട്. ഇവർ പാകിസ്ഥാനികളാണ്, ഈ ഭീകരർ തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്ന് തെളിയിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ സംശയങ്ങൾ ആണ് കോൺഗ്രസിനെ പലപ്പോഴും വെട്ടിലാക്കുന്നത്. ഇതുമാത്രമല്ല, കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 10-11 വർഷമായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രസ്താവനകളും ഓരോ നീക്കങ്ങളും അവർക്ക് തന്നെ അടിയായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഭരണഘടനാ ലംഘനം ഏറ്റവും കൂടുതൽ നടത്തിയത് കോൺഗ്രസ് ആണെന്ന് സ്ഥാപിക്കാനായിട്ട് BJPക്ക് ഇട്ടുകൊടുത്ത ഒരു ആയുധമായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അതുപോലത്തെ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. അതിൽ ഓരോ മന്ത്രിമാരും സംസാരിക്കുമ്പോൾ, അത് ജയശങ്കർ ആവട്ടെ, രാജ്നാഥ് സിംഗ് ആവട്ടെ, അമിത്ഷാ ആവട്ടെ, ഇപ്പോൾ അവസാനം പ്രധാനമന്ത്രി ആവട്ടെ, പറഞ്ഞത് മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് അപമാനം വരുന്ന വിധത്തിലുള്ള കാര്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഒരു വിജയം നേടി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൽ വേണ്ട വിജയം നേടി നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ അത് അംഗീകരിച്ചിരിക്കുമ്പോൾ, രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് ജനങ്ങൾ മുഴുവൻ അതിൽ രോമാഞ്ചം കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രതിപക്ഷം തന്നെ അതിനെ വികലമാക്കുന്നത് പലപ്പോഴും അവർക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അതോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ്സിന് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമിത്ഷാ തന്നെ പറഞ്ഞത് പാകിസ്ഥാൻ്റെ എത്ര വിമാനം വെടിവെച്ചിട്ടു എന്നല്ല, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു എന്നാണ് അവർക്കറിയേണ്ടത്. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറയുകയാണ് വിദേശ രാഷ്ട്രങ്ങൾ ഇടപെട്ടിട്ടില്ല, അതിന് തെളിവ് സഹിതം അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നു. DGMO തലത്തിൽ മീറ്റിംഗ് നടത്തിയതിനെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ മെസ്സേജുകളെക്കുറിച്ച് പറയുന്നു. അതൊന്നും കോൺഗ്രസ്സിന് ബാധകമല്ല. ട്രംപ് പറഞ്ഞതാണ് കോൺഗ്രസ്സിന് ബാധകം. ട്രംപിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നാണ്, നേരിട്ട് വിമർശിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിലെ ഒരു നേതാവിനെ നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് ഓരോ തവണയും പോയി കുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നയതന്ത്ര ബന്ധം അതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. പക്ഷേ ഇവിടെ ട്രംപ് എടുത്ത നിലപാടുകൾ 28 തവണ ട്രംപ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനൊരു മറുപടി നൽകുന്നില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള മറുപടി തന്നെയാണ് ലോകത്തെ ഒരു രാഷ്ട്രങ്ങളും ഒരു രാഷ്ട്രത്തിലെ നേതാക്കന്മാരും പങ്കെടുത്തപ്പോൾ രാഷ്ട്രത്തിലെ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്നത്. ലോകത്ത് ആരും ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ട്രംപിൻ്റെ കാര്യം പ്രത്യേകം പറയണം എന്നുള്ളത് ട്രംപിനെയും അമേരിക്കയെയും നമ്മുടെ ശത്രുവാക്കി മാറ്റുന്നതിന് തുല്യമല്ലേ? നയതന്ത്രപരമായി നരേന്ദ്രമോദി ഇതേക്കുറിച്ച് പറഞ്ഞത്, പാകിസ്ഥാനെതിരായ സൈനിക നടപടി ഇന്ത്യ അവസാനിപ്പിച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അത് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പറയാതെയാണ്. ആ വാക്കുകൾ കേൾക്കാം. दुनिया के किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा। उसी दौरान 9 तारीख को रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया। वो घंटे भर कोशिश कर रहे थे, लेकिन मेरी सेना के साथ मीटिंग चल रही थी, तो मैंने उनका फोन उठा नहीं पाया। बाद में मैंने उनको कॉल बैक किया। मैंने कहा कि आपका फोन था, 3-4 बार आपका फोन आ गया, क्या है? तो अमेरिका के उपराष्ट्रपति जी ने मुझे फोन पे बताया कि पाकिस्तान
बहुत बड़ा हमला करने वाला है, ये उन्होंने मुझे बताया। मेरा जो जवाब था, जिनको समझ नहीं आता है उनको तो नहीं आएगा, मेरा जवाब था अगर